നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കടുങ്ങാത്തുകണ്ട് സിവിൽ സപ്ലൈ ഗോഡൌണിലെ ഭക്ഷ്യധാന്യങ്ങൾ മറിച്ചുവിറ്റ സംഭവം. അന്വേഷണം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ ബിജെപി മാർച്ച് സംഘടിപ്പിക്കും. വൈകിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കടുങ്ങാത്തുകുണ്ടിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ മൂലം ഇടയ്ക്ക് പഠനം നിർത്തിയ മദ്രസ മൂവല്ലിം ഖത്തീബ് എന്നിവർക്ക് ഓൺലൈനിലൂടെ ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കിയവർക്ക് സന്നദ്ധാനം നടത്തി. യൂനസ് ഹിഷാമി ഉദ്ഘാടനം ചെയ്തു. തിരൂരങ്ങാടി സബ് ആർടിഒ ഓഫീസിലെ വ്യാജ RC കേസിൽ അറസ്റ്റിലായ 3 പേരെയും റിമാൻഡ് ചെയ്തു. വ്യാജ RC നിർമ്മാണത്തിലെ പ്രധാന കണ്ണികളെയാണ് പരപ്പനങ്ങാടി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ബൈക്കിനോടും കാറിനോടും അങ്ങനെ നീളുന്നു മലയാളികളുടെ വണ്ടിഭ്രാന്ത്. എന്നാൽ ഇവിടെ ഒരാൾ കൊതി കൂടി KSRTC ബസ് വാങ്ങാൻ ഇറങ്ങി തിരിച്ചു. കാണാം പൊന്നാനി സ്വദേശി അരവിന്ദന്റെ ആനവണ്ടി വിശേഷങ്ങൾ. നിരവധി വധശ്രമ കേസിലും കവർച്ചാ കേസിലും പ്രതിയായ പറവണ്ണ സ്വദേശി മരക്കാരുകണ്ടി റഹീബിനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൂത്ത് തലങ്ങളിൽ നിന്നും പ്രതിനിധികളെ സംഘടിപ്പിച്ച് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കടുങ്ങാത്തുകുണ്ട് സപ്ലൈകോ NFSA ഗോഡൌണിൽ നിന്നും 2,78,00,000 കോടി രൂപയുടെ ധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അഴിമതിയിൽ പൊതുജന പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ 15 വൈകിട്ട് 3:30 കടുങ്ങാത്തുകുണ്ട് ടൗണിൽ നടത്തുന്ന പ്രതിഷേധ ജ്വാല DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്യും. ആദവനാട് കാട്ടിലങ്ങാടി സ്വദേശിയായ യുവാവിനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മലയാള ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പൂർണ്ണകായ പ്രതിമ തിരൂർ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ബ്രോഷർ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പ്രകാശനം ചെയ്തു. കടുങ്ങാത്തുകുണ്ട് ഗോഡൌണിലെ റേഷൻ വെട്ടിപ്പ് സമഗ്ര അന്വേഷണം വേണമെന്ന് CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി. തട്ടിപ്പിന്റെ ചെറിയ ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂവെന്നും MLAയുടെ നാട്ടിലുണ്ടായ ഈ സംഭവത്തിൽ MLA ഇതുവരെയായിട്ടും പ്രതികരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. മംഗലത്ത് ഭർതൃഗൃഹത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗലം MES സ്കൂളിന് സമീപം താമസിക്കുന്ന കുമ്പളത്ത് മണികണ്ഠന്റെ ഭാര്യ ശ്രീജയെയാണ് ശനിയാഴ്ച ഉച്ചയോടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചേനര VVUP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനവും സ്പോർട്സ് സാമഗ്രികളുടെ സമർപ്പണവും മംഗലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT റാഫി മാസ്റ്റർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.